അലറി വിളിച്ച് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അൻഷിത. അൻഷിതയ്ക്ക് സഹിക്കാൻ വയ്യാത്ത ലെവലിൽ നിന്ന് വീട്ടിനകത്ത് എന്തെങ്കിലും നടന്നതാണോ അതോ അൻഷിതയുടെ ഗെയിമാണോ അത് ഒത്തിരി പറയേണ്ടിയിരിക്കുന്നു ആ ഒരു കാര്യം. കാരണം അൻഷിത അത്രയ്ക്ക് ഇന്ന് ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെസ്ഡായി അലറി വിളിച്ച് കരഞ്ഞൊരവസ്ഥയായിരുന്നു. ദെൻ മഞ്ചരി ചെയ്ത കുറച്ചത് കടന്നു പോയില്ലേ, മുട്ടയൊക്കെ എടുത്ത് ഒരാളുടെ മുഖത്ത് തേക്കി അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് ഗെയിമാണോ, ഗെയിമിൽ അങ്ങനെ ചെയ്യാമോ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പിന്നീട് ഇതിനേക്കാൾ ഏറ്റവും വലിയൊരു വിഷയം, ജാക്ലിൻ്റെ മരിച്ചുപോയ അച്ഛനെ വിളിച്ചിരിക്കുകയാണ് തർഷിക. അത് കേട്ടതും സൗന്ദര്യ ഈ പറയുന്ന തർഷികയെ പിടിച്ച് തള്ളുന്ന വളരെ വ്യക്തമായിട്ടുണ്ട്. അന്ന് റാണവിനെ റയാൻ പിടിച്ച് തള്ളിയ പോലെ ഒന്നുമല്ല, കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഇതും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്, പക്ഷെ ഈ കാര്യം പറഞ്ഞ് കേൾക്കുന്നില്ല. ഇതും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. മലയാളം ബിഗ് ബോസ് ആണെങ്കിൽ എപ്പോൾ പിടിച്ച് വെളിയിൽ ഇറങ്ങാന്നറിയാവോ? ഇതും ഫിസിക്കൽ അസോൾട്ട് ആണ്. പക്ഷേ ഈ കാര്യവും എനിക്ക് തോന്നുന്നില്ല വലിയ രീതിക്ക് ചോദിക്കുന്നു. പക്ഷേ വിജയ് സേതുപതി കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇനി ഇതുപോലത്തെ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ സംസാരിക്കേണ്ട ആവശ്യം വരില്ല, വെളിയിൽ കളയും, എല്ലാവർക്കും കൂടെ ഉള്ള വാണിംഗ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ സൗന്ദര്യം പിടിച്ച് തള്ളുന്നുണ്ട്. പക്ഷെ വീട്ടുകാർ അത്ര കാര്യമാക്കുന്നില്ല, തർഷികയും കാര്യമാക്കുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. പിന്നീട് സാജന ഭയങ്കര ഓവറായിപ്പോയി. സാജനയുടെ കേസ് മാത്രമാണ് എനിക്കിന്ന് എടുത്ത് പറയുന്നത്. ഇത്തിരി ഓവറായിപ്പോയി. തറയിൽ കിടക്കുന്ന സാധനം എടുത്ത് വായി തേച്ച് കൊടുക്കുന്നത് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സാജനയ്ക്ക് ഒട്ടുമേ മെച്യൂരിറ്റി ഇല്ല എന്ന് കാണിക്കുന്ന ഒരു ലെവലായിപ്പോയി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞ ഒരു ടോർച്ചർ ടാസ്ക് നമ്മുടെ മലയാളം ബിഗ് ബോസ് 1 വന്ന പോലെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ട്. അത് കണ്ട ഫീലായിരുന്നു എനിക്ക്. ഈ വീക്കിലി ടാസ്ക് ഇങ്ങനെയാണ് എന്നുള്ള, ഞാൻ ഈ വീക്കിലി ടാസ്ക് കണ്ടിട്ടില്ല. ഹിന്ദിയിലും തമിഴിൽ മുന്നേ വന്നിട്ട് ഞാനത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡെവിൾസ് വേഴ്സസ് ഏഞ്ചൽസ് ഈ സാധനം കാണുന്നത്. പക്ഷെ എൻ്റെ പൊന്നെ, എൻ്റെ കിള്ളി പാറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഇപ്പം കണ്ടു, പ്ലസ് കണ്ടു. ഇതുകൂടാതെ ഞാൻ ലൈവ്, ഈ അടി പൊട്ടുന്നത് മുതൽ അവസാനിക്കുന്നവരെയുള്ള ലൈവും കണ്ടുകൊണ്ടാണ് ഇരുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 59 ഡിസംബർ 4 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് ഇന്ന് നടന്നതൊക്കെ നമ്മൾ ഗെയിം വ്യൂവിൽ എടുക്കണോ അതോ ഇമോഷണൽ വ്യൂവിൽ എടുക്കണോ എന്നാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം. ഇന്ന് ഞാൻ ലൈവ് മൊത്തം ഇരുന്ന് കണ്ടതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ എന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു റിവ്യൂവറാണ് ഞാൻ, എന്നാൽ എനിക്ക് വിഷമം തോന്നി, ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത്രയും വൃത്തികെട്ട ഒരു ലെവലിലേക്ക് ഇവർക്ക് ഓരോരുത്തർക്കും ആകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത് ഒരു ഭാഗം, എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. അതെൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതവിടെ ഇരുന്നത്. അപ്പോൾ ഈവൻ അൻഷിതയുടെ അടുത്ത് കാണിച്ചാൽ, എല്ലാവരുടെ അടുത്ത് കാണിച്ചാൽ, എവിൽസ് എല്ലാം ഏഞ്ചൽസിൻ്റെ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നി. അത് മാറ്റി വെച്ചിരിക്കാം. ദാറ്റ് ഈസ് നോട്ട് ദ ഗെയിം. ഞാൻ ഗെയിം വ്യൂവിലാണ് പറയാൻ പോകുന്നത്. എനിക്കറിയാം ഒത്തിരി പേര് ഈ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, അയ്യോ നിങ്ങൾ ഇത്രയ്ക്ക് നീചനായ ഒരു മനുഷ്യനാണോ, എല്ലാം ഗെയിം എന്നാണല്ലോ നിങ്ങൾ പറയുന്നതെന്ന് പറയരുത്. ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ്, ഗെയിമേ പറയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഇമോഷൻസ് മാറ്റി നിർത്തുവാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നത്തെ റിവ്യൂ പറയുമ്പോൾ. ബാക്കിയെല്ലാം നമുക്ക് ഗെയിം എന്നുള്ള ലെവലിൽ തന്നെ പറഞ്ഞു പോകാം. കാരണം ഇത് ഭയങ്കരമായിട്ട് അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ടാസ്ക് അത്രയ്ക്ക് ഫുൾ അടിപൊട്ടിയ ഒരു ലെവലായിരുന്നു. കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നിയെങ്കിൽ നമുക്ക് അങ്ങനെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഗെയിമാണ്, നമുക്ക് ഗെയിം വ്യൂവിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങുകയാണ് വീക്കിലി ടാസ്കിന് വേണ്ടിയിട്ട്. തർഷികയൊക്കെ കാണുമ്പോഴാണെങ്കിൽ എനിക്കിങ്ങനെ ഇങ്ങനെ കൈവച്ച് മറക്കാൻ തോന്നും. കാരണം ഇങ്ങനെ ഈ പുഴുത്തഴുകിയ മനുഷ്യർ നടക്കും കണക്കാണ്. ഇവിടെ വാരിയൊക്കെ ഒരുമാതിരി ഇറച്ചിയൊക്കെ വെട്ടി വെച്ചേക്കുന്ന കണക്കൊക്കെ മേക്കപ്പ്, ലിപ്സ്റ്റിക്കുകളും ഇങ്ങനെ കണ്ണുകളൊക്കെ വരച്ച്, പിന്നെന്താ കൊമ്പും മൊത്തം ബ്ലാക്കും റെഡുമാണ് അവരുടെ ഡെവിൾസിൻ്റെ കോംബോ. ഏഞ്ചൽസിൻ്റെത് വൈറ്റ് ആണ്. ഓക്കെ, ഞാൻ ആരൊക്കെയാണ് ഡെവിൾസിൻ്റെതും ഡെവിലും ഏഞ്ചൽസും ആരൊക്കെയാണെന്ന് ഒന്നും കൂടി ഒന്ന് പറയാം. ഓക്കെ, ഏഞ്ചൽസ് ആദ്യം പറയാണ്. രഞ്ജിത്ത്, അൻഷിത, സത്യ, ആനന്ദി, വിശാല്, പവിത്ര, റയാൻ, ജഫ്രി, ഇവർ 8 പേരുമാണ് ഏഞ്ചൽസ്. ഇനി ഡെവിൾസ് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഡെവിൾസ് മഞ്ചരി, ജാക്ലിൻ, മുത്തു, ദീപക്, സൗന്ദര്യ, സാചന, അരുൺ, തർഷിക, റാണവ്, ഇവർ 9 പേരാണ് ഡെവിൾസ്. ഓക്കെ, ഇനി ഞാൻ ബാക്കി പറയുവാണ്.
അപ്പം ഡെവിൾസിന് സെപ്പറേറ്റ് മീറ്റിംഗ് ടാസ്ക് ലെറ്റർ വരുന്നു, ഏഞ്ചൽസിന് സെപ്പറേറ്റ് ടാസ്ക് ലെറ്റർ വരുന്നു. ഇപ്പോൾ ഡെവിൾസിൻ്റെ മീറ്റിംഗ് ആണ്. അവർ പറയുന്നത് സ്നേഹവും കരുതലും ഒരു ഫീലിങ്സും ഡെവിൾസിന് പാടില്ല. എന്തൊക്കെയാണോ ഡെവിലിൻ്റെ ഗുണങ്ങൾ, ക്രൂരത, ദുഷ്ടത, പൈശാചിക, എന്തും കാണിക്കാം, എന്തും ചെയ്യാം എന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഏഞ്ചൽസിൻ്റെ സമാധാനം കളയുക, അവരുടെ നിയന്ത്രണം കളയുക എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് ഇതിവിടെ നിൽക്കട്ടെ, ടാസ്ക് അവിടെ നിന്നോട്ടെ. ടാസ്ക് അവിടെ നിന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതിൻ്റെ ഇപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ തന്നെ ബിഗ് ബോസ് ഒരു ലൂപ്പ് ഹോൾ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഏഞ്ചൽസ് ആയിട്ട് സെലക്ട് ചെയ്തവർ എന്ത് ചെയ്യണം? അവരുടെ മുഖം മൂടി വലിച്ച് കീറുക എന്നുള്ളതാണ് നിങ്ങളുടെ യഥാർത്ഥ എയിം. മനസ്സിലായത്? ഏഞ്ചൽസ് ആയിട്ട് ഇവർ സെലക്ട് ചെയ്ത 8 പേരും ഈ വീട്ടിലെ നന്മമരങ്ങളാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒന്നും സംസാരിക്കാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. സംസാരിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതിനകത്ത് കുറേ പേര്, ആനന്ദി സംസാരിക്കാറുണ്ട്, അൻഷിത സംസാരിക്കാറുണ്ട്, പിന്നെ കുറച്ച് പേര് അതിനകത്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. രഞ്ജിത്ത് ഒന്നും പറയാറില്ല, സത്യം ഒന്നും പറയാറില്ല, പിന്നെ ജെഫ്രി സംസാരിക്കാത്ത ആളാണ്, ജെഫ്രി പറയും. പിന്നെ അപ്പോൾ കുറച്ച് പേര് അതിനകത്ത് ആവശ്യമില്ലാതെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ റിയൽ മുഖം, അസ്ലി ഫേസ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ഈ ടാസ്കിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതിന് നമുക്ക് ഗെയിം വ്യൂവിലേ പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തരും ഇപ്പോൾ കരയുമ്പോഴായാലും ദേഷ്യപ്പെടുമ്പോഴായാലും പൊട്ടിത്തെറിക്കുമ്പോഴായാലും ഇത്രയും നാളെ പാവമായിട്ടിരുന്നവർ പൊട്ടിത്തെറിച്ച കണ്ടില്ലേ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോഴെന്ത് ചെയ്യുന്നു? നമ്മുടെ ഡെവിൾസിൻ്റെ ഈ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ നിങ്ങളെ അവരുടെ സമാധാനം കളയണം, അവരുടെ സ്വസ്ഥത കളയണം. അപ്പം അവരിപ്പോൾ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിൽ നിന്നും അവരെ പുറത്ത് കൊണ്ടുവരണം. അതായത് ഇപ്പോൾ പവിത്രയായിട്ടിരിക്കുകയാണെങ്കിൽ ആ പവിത്ര എന്ന് പറയുന്ന ഏഞ്ചലിൽ നിന്നും പവിത്രയായിട്ട് അവരെ റിയാക്ട് ചെയ്യിപ്പിക്കണം. അവരെ റിയാക്ട് ചെയ്യണം. അവർ ദേഷ്യം കാണിക്കോ, വിഷമം കാണിക്കോ, എന്താണോ നിങ്ങൾ പറയുന്നതിന് ഓപ്പോസിറ്റ് അവർ ചെയ്യണം. നിങ്ങൾ പറയുന്നതിന് ഓപ്പോസിറ്റ് അവർ ചെയ്യുമ്പോൾ ഇവർക്ക് 3 ഹാർട്ട്, 3 ലവിൻ്റെ പോലത്തെ ബാഡ്ജ് കൊടുത്തിരിക്കും. അതിനകത്തുനിന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കാതെ വരുമ്പോൾ, ഏഞ്ചൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും പാദം സ്വീകരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇത് ബ്രേക്ക് ആവുന്ന സമയത്ത് ഓരോ ഹാർട്ട് വീതം നിങ്ങൾക്ക് പറിച്ചെടുക്കാം എന്ന് പറയുകയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ കൈക്കലാക്കുന്ന ആൾ ഏതാണോ ആ ഡെവിലായിരിക്കും നോമിനേഷൻ ഫ്രീ ആവുന്നതെന്ന് പറയുന്നു. അങ്ങനെ ആദ്യം 3 പേരെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ടാർഗറ്റ് ചെയ്ത് അവരെ നശിപ്പിക്കാൻ നോക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ഓരോ ദിവസം ജയിലുണ്ടാവും. ഈ ജയിൽ രാത്രിയിലാണ് ജയിൽ. ഇത് ഡെവിൾസിൻ്റെ ജയിലാണ്. ഡെവിൾസിൽ അത്ര ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആൾ ആരാണോ, ഡെവിൾസ് ആയിട്ട് വയ്യോ എനിക്ക് ഒന്നിനും വയ്യേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾ ആരാണോ അവരെ പിടിച്ച് നിങ്ങൾ ലാസ്റ്റ് ജയിലിലിടണം. അതിന് നോമിനേഷൻ ഉണ്ടെന്ന് പറയുവാണ്. പിന്നീട് അപ്പം തന്നെ മുത്തു പറയുകയാണ്, ഇത് പലരുടെയും മാസ്ക് മാറ്റാനുള്ള ഒരു ഗെയിമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. പലരുടെയും മാസ്ക് പറിച്ചു മാറ്റാനുള്ള ഗെയിമാണ്. ഞാനൊരു കാര്യം പറയാം, മുത്തു പറയാണ്, നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന ആ കാർഡ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ആ കാർഡ് ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് പിടിച്ച് എന്ത് ചെയ്യുക, അവരെ മാക്സിമം ചെയ്യാനുള്ളത് അത്രയും നിങ്ങൾ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ല ഓരോരുത്തരെയും മുഖം മൂടി വലിച്ച് കീറുകയാണ്, ഇയാളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം, ഇയാൾ മുഖം മൂടി ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ഓരോരുത്തരോട് പറയാനുള്ള കാര്യങ്ങൾ വാക്ക് പോരായിട്ട് പറയുക. അത് കറക്റ്റ് കാര്യമാണ് മുത്തു പറയുന്നത്. എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഇത്രയും കാലത്ത് നിന്ന് കിട്ടിയ ഒരു പോയിന്റ് കൂടിയാണത്. നമുക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടാനാണെങ്കിൽ മാക്സിമം സ്റ്റാർ കളക്ട് ചെയ്യണം, അല്ലെ? മാക്സിമം സ്റ്റാർ കളക്ട് ചെയ്യണമെങ്കിൽ അവരെ മാക്സിമം പ്രൊവോക്ക് ചെയ്യണം. അപ്പോൾ വായത്തോന്നി മുഴുവൻ വിളിച്ചാൽ പറയാം എന്ത് വേണോ ചെയ്യാം, അത് നിങ്ങൾ ചെയ്തോ. അല്ല ഓരോ ആൾക്കാരുടെ മുഖം മൂടി വെളിയിൽ കൊണ്ടുവരാനാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ആണുങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് മുഖം മൂടി വെളിയിൽ കൊണ്ടുവരാനാണ് നോക്കിയത്. ആണുങ്ങൾ ഈ ഡെവിൾസിലാണെങ്കിലും ഈ ഡെവിൾസിലുള്ള ആണുങ്ങൾ മുത്തു, ദീപക്, പിന്നെ അരുണ്, റാണവ്, ഇവർ 4 പേരും എന്താണ് ചെയ്തത്? മുഖം മൂടി വെളിയിൽ കൊണ്ടുവരാനാണ് നോക്കിയത്. അതേസമയം മഞ്ജരി, പിന്നെ നമ്മുടെ മഞ്ജരിയും സാചനയും തർഷികയും ഇവർ 3 പേരും ഫിസിക്കലായിട്ട് ഉപദ്രവിച്ച് അവരെ ടാർഗറ്റ് ചെയ്യാനാണ് തോന്നിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. ടാർഗറ്റ് ചെയ്ത് ഇവർക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് വേണം. മഞ്ജരിക്കായാലും അത് വേണം, സാധനയ്ക്കായാലും അത് വേണം, ഈ പറയുന്ന തർഷയ്ക്കായാലും വേണം. ഇവർ 3 പേരും അതിന് വേണ്ടി ചെയ്തിട്ടാണ് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ ബാക്കിയുണ്ടല്ലോ 2 പേര്, ആരൊക്കെ? സൗന്ദര്യം, ജാക്ലിൻ. അവർ 2 പേരും ഒന്നും ചെയ്തില്ല. കാരണം നമുക്കതൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അത് ഗെയിമാണെന്ന് പിന്നീട് അരുൺ പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അടുത്ത കൺഫഷൻ റൂമിൽ വിളിക്കുന്നു. ആരെയൊക്കെയാണ് നിങ്ങൾ ആദ്യം ഉപദ്രവിക്കാൻ പോകുന്നത്? അത് അൻഷിതയും പവിത്രയും സത്യമാണെന്ന് ദീപക് പറയുന്നു. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാനും ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനുശേഷം ഏഞ്ചൽസിൻ്റെ മീറ്റിംഗ് ആണ്. അതിനകത്ത് എല്ലാവരും നിങ്ങളിപ്പോൾ ഏഞ്ചൽസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏഞ്ചൽസ് ആണെന്ന് തന്നെ പ്രൂവ് ചെയ്യണം. നിങ്ങളുടെ ചലഞ്ച് എന്താണ്? അവർ എന്ത് നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ നില മാറാതെ നിങ്ങൾ അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഡെവിൽ പുറത്ത് വരുമോ എന്ന് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ നോമിനേഷൻ ഫ്രീ കാർഡിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ സേവ് ചെയ്ത് വെക്കുന്ന ആരാണോ അവർക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടും, അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഡെവിൽസിൽ 9 പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആവത്തുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ,
ഇനി ടാസ്ക് തുടങ്ങുകയാണ്. ഇനി ഞാൻ കഥയാണ് പറയുന്നത്, ടാസ്കിനകത്ത് നടക്കുന്ന കഥ. തർഷിക ആദ്യം തന്നെ അൻഷിത കിച്ചണിലെ വെസൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. തർഷിക വരുന്നു, ഒരു കപ്പ് വെള്ളം എടുത്ത് അൻഷിതയുടെ തലയ്ക്കുള്ള ഒഴിക്കുന്നു. അൻഷിത വളരെ സിമ്പിൾ ആയിട്ട് എടുക്കുന്നു. നൈസ്. അടുത്ത് ഞാൻ നോക്കുന്നു, ഇങ്ങനെ നമ്മുടെ കരിയിലേക്ക് ഉണ്ട്. അപ്പോൾ കരിയില എടുത്ത് പൊടിച്ച് അൻഷിതയുടെ തലയിലൊക്കെ ഇങ്ങനെ വാരി വെച്ച് കൊടുക്കുന്നു. പവിത്രയുടെ തലയിലും ഇതേ സമയം എടുത്ത് വാരി വെച്ച് കൊടുക്കുന്നു. ഇതേ സമയം മുത്തുവും മഞ്ജരിയും കൂടെ എന്ത് ചെയ്യാണ്, ഓരോരുത്തർ നമ്മുടെ നിങ്ങളിവിടെ സ്ട്രാറ്റജി അല്ലേ ഇവിടെ ചെയ്യുന്നത്, ഓരോ സ്ട്രാറ്റജി അല്ലേ കാണിക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തു നേരെ സത്യയുടെ അടുത്ത് പോകുന്നു. നീ 60 ദിവസം ഇവിടെ എന്തോന്ന് ചെയ്തടാ, നീ എന്തോ ചെയ്തു, നീ എന്തിനൂടെ വന്നത്? ഞാനൊന്നും ചെയ്തില്ല. എന്തിനാണ് നീ ഇവിടെ വന്നത്? ഞാൻ വെറുതെ വന്നതാ, ചുറ്റിക്കറങ്ങാൻ വന്നത്. നീ എന്തിനിവിടെ വന്നത്? ഇങ്ങനത്തെ ലെവലിലുള്ള ഒരു പ്രൊവോക്കേഷനാണ് മുത്തു കൊടുത്തത്. അപ്പം മഞ്ജരി ഇതേ സമയം പവിത്രയുടെ മുഖത്ത് എന്ത് ചെയ്യുന്നു, ഒരു തക്കാളി എടുത്ത് പൊട്ടിച്ച് അതിനെ ഇങ്ങനെ തേക്കുന്നു. ഓക്കെ, തക്കാളിക്ക് നമ്മൾ ഫാഷന് വേണ്ടി തേക്കുന്ന സാധനങ്ങളാണ്. അതും സിമ്പിളായിട്ട് പവിത്ര ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എടുക്കുന്നു. ദെൻ ദീപക് പവിത്രയുടെ അടുത്ത് പോയിട്ട് നീ തെറ്റാണെന്ന് പറ. അതെ ഞാൻ തെറ്റ് പറഞ്ഞ് പവിത്രയ്ക്ക് വിഷമാവുന്നു. അപ്പോൾ പവിത്രയുടെ ഇമോഷൻ മാറി കരച്ചിൽ മുഖത്ത് വരുമ്പോഴത്തേക്കും ദീപക് ഒരു ഹേർട്ട് പറിച്ചെടുക്കുന്നു. കാരണം ഇവളുടെ ഇമോഷൻ മാറി, പവിത്രയിലേക്ക് അവൾ തിരിച്ചു വന്നു. പവിത്ര നേരെ പോയി കരയുന്നു. അപ്പോൾ ഒരു ഹേർട്ട് ദീപക് പറിച്ചെടുക്കുന്നു. അതിനുശേഷമാണ് അൻഷിതയുടെ തലയിൽ ഒരു മുട്ട അടിച്ച് മുട്ടയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് അൻഷിത വളരെ സിമ്പിളായിട്ട് ആ കേസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മുട്ട അടിക്കുമ്പോഴത്തേക്കും തറയിൽ ഇങ്ങനെ വീഴുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ വന്ന് ഒരു തുണി കൊണ്ട് ഇവരാരോ തുടയ്ക്കുന്നുണ്ട്. തുടച്ചിട്ട് ഈ തുടച്ച തുണി അൻഷിത എടുത്ത് പറയുന്നുണ്ട് ഈ തറ തുടയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അൻഷിത എന്ത് ചെയ്യുന്നു, ഈ മുട്ട തറയിൽ വീണത് തുണി കൊണ്ട് തുടയ്ക്കുകയാണ്. തുടച്ചിട്ട് ഇത് അൻഷിത എടുത്ത് തലയിൽ തേക്കാൻ പറയുകയാണ്. അപ്പോൾ അൻഷിത തലയിൽ തേക്കുന്നു. മഞ്ജരിയും ഉണ്ട്, റാണവും ഉണ്ട്. ഇവർ രണ്ടുപേരും. അപ്പോൾ അൻഷിത തലയിൽ തേക്കുന്നു. അപ്പോൾ തലയിലെല്ലാം മുഖത്ത് തേക്കാൻ പറഞ്ഞു. അപ്പോൾ അൻഷിത ഇങ്ങനെ തേക്കും, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാരി പിടിച്ച് തേച്ച് കൊടുക്കണം. അപ്പോഴേ അൻഷിതയ്ക്ക് പൊട്ടുന്നുണ്ട്. എന്നിട്ടും അൻഷിത മിണ്ടാതെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുന്നു, സാജന എന്ത് ചെയ്യുന്നു, വറ്റൽമുളക് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ അൻഷിത എടുത്ത് തിന്നാൻ പറയുന്നു. അൻഷിത തിന്നുന്നു. 1 തിന്നുന്നു, 2 തിന്നുന്നു. എരിഞ്ഞ് അടപ്പളവുമ്പോഴത്തേക്കും സൗന്ദര്യം ജാക്ലിനും ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇവർ വാക്ക് കൊണ്ട് 1-2 ഡയലോഗ് പറയുന്നതല്ലാതെ അൻഷിത എടുത്ത് ഇറക്കി വെച്ച് നീ ഇവിടെ ചമ്മന്തി അല്ലാതെ വേറെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയടി എന്ന് സൗന്ദര്യം ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും പറയുന്നില്ല. അപ്പം സൗന്ദര്യം ഓടി ഒന്ന് അയ്യോ വെള്ളം കുടി അൻഷി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് സാജന ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ വെള്ളം കൊടുക്കാൻ, എനിക്കറിയാം വെള്ളം കൊടുക്കാൻ സമയം എനിക്ക് വരും. അപ്പോൾ അൻഷിത ഇങ്ങനെ എരിഞ്ഞ് മൂക്കി കയറിട്ട് അൻഷിത എരിഞ്ഞെറിഞ്ഞ് വിളിക്കുവാണ്. അപ്പോൾ ജാക്കിൽ അതാ പഞ്ചസാര എനിക്ക് വേണ്ട അവർ പഞ്ചസാര കൊടുക്കും. അങ്ങനെ പഞ്ചസാര കൊടുക്കുന്നു. അതിനുശേഷം പാല് കുടിക്കാൻ കൊടുക്കുന്നു. ഓക്കെ, അൻഷിതയുടെ ആ ഒരു പ്രശ്നം സോൾവ് ആകുന്നു. അപ്പം നമുക്ക് ടോർച്ചറൊക്കെ ചെയ്യാം, പക്ഷേ ഇപ്പം ഈ മുളക് വരയിലേ എത്തിയുള്ളൂ, ഇത് നിങ്ങൾ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് പിന്നീട് നോമിനേഷനിലുള്ള എല്ലാവരുടെ സ്നേഹം, അപ്പം ദീപക് വരുന്നു. നോമിനേഷനിലുള്ള വരാതിരിക്കാൻ വേണ്ടി നീ എല്ലായിടത്തും സ്നേഹം കാണിച്ച് നിൽക്കുന്ന എല്ലേടി എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല ലെവലിലുള്ള പ്രൊവോക്കേഷൻസ് ആണ്. കാരണം ബോയ്സ് ഞാൻ പറഞ്ഞല്ലോ, ബോയ്സ് കംപ്ലീറ്റ്ലി അവരുടെ വേർഡ്സ് കൊണ്ട് അരുണായാലും അരുണാണ് ദ ബെസ്റ്റ് എന്ന് എനിക്കിന്ന് പറയാനുള്ളത്. കാരണം വേർഡ്സ് കൊണ്ട് അടിപൊളിയായിട്ട് നിന്നത് അരുണും മുത്തും ഒക്കെയാണ്. സൂപ്പറായിട്ട് കൺവേ ചെയ്തു ഓരോരോ കാര്യങ്ങൾ. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, സത്യ അരുണിൻ്റെ അടുത്ത് പറയുകയാണ്, അരുൺ സത്യ അടുത്ത് പറയാം നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഡമക്കിടപ്പ ഇതെല്ലാം പറഞ്ഞ് സത്യ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുത്ത് പറയാണ് നീ ഉറങ്ങാൻ വേണ്ടി മാത്രം എന്തിനാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നത് എന്നെല്ലാം ചോദിക്കുന്നു. അൻഷിത ഇതേ സമയം എന്ത് ചെയ്യുന്നു, അൻഷിതയുടെ തലയിൽ ഒരു കമ്പിലൊരു തുണി എടുത്തുകൊണ്ട് വരികയാണ്. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു തറ തുടയ്ക്കുന്ന തുണിയാണെന്ന് തോന്നി. അതുപോലത്തെ ഒരു തുണി എടുത്തോണ്ട് അൻഷിതയുടെ മുഖത്തൊക്കെ ഇട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും അടുത്ത് എന്ത് ചെയ്യുന്നു, അൻഷിത അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. എന്നിട്ട് ജെഫ്രിയെ ഏത്ത പിടിപ്പിക്കുകയാണ്. അപ്പോൾ അൻഷിത റിയാക്ട് ചെയ്യുന്നത് വരെയും അൻഷിത പ്രതികരിക്കുന്നത് വരെയും ജെഫ്രിയെ ഏത്ത പിടിപ്പിക്കും. അതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ജെഫ്രിയെ ഏത്ത പിടിപ്പിക്കുന്നു. തർഷികയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു, 1, 2, 3, 100. ജെഫ്രിക്ക് ഇന്നാളെ ഏത്ത വിട്ടതിൻ്റെ ഭയങ്കരമായ പെയിനാണ് ജെഫ്രിക്ക് ഏത്ത വിട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ജെഫ്രി എനിക്കിത് പറ്റില്ല എന്നുള്ള കാര്യം ജെഫ്രിക്ക് അറിയാം. എന്നാലും ജെഫ്രി 10, 100, 130 തവണ ചെയ്യുമ്പോഴത്തേക്കും അൻഷിതയ്ക്ക് ഇളവുന്നു. അൻഷിത പൊട്ടി അങ്ങോട്ട് അലറിക്കൊണ്ട് എണീക്കുകയാണ്. தர்ஷிக அறிவில்லையாடி, உனக்கு அறிவில்லையாடி, நீ என்ன எதை வேணாலும் நீ செய்தோ, நீ அவனை எதுக்காக இந்த மாதிரி எல்லாம் பண்றது, அவனுக்கு உடம்பு சரியில்லைன்னு உனக்கு நல்லா தெரியும், அதுக்கு மீது இருக்க நீ எந்த மாதிரி இப்ப நீ இது பண்ண போற அவசியம் கிடையாது, உனக்கு என்ன பண்ண வேணாலும் என்ன பண்ணிக்கோ എന്ന് പറഞ്ഞുകൊണ്ട് അൻഷിത ഭയങ്കര പ്രശ്നമാണ്. അലറി വിളിച്ച് ഭയങ്കര അറിവില്ലേടി 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 നിനക്ക് സ്റ്റാറിൽ ദാഡി സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ വലിച്ച് എറിഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നീ പോടി എന്ന് പറഞ്ഞുകൊണ്ട് തർഷിക എന്ത് ചെയ്യുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് പവിത്ര എടുത്ത് നേരെ പോയി അൻഷിത കരയുന്നുണ്ട്. അപ്പോൾ പവിത്ര പറഞ്ഞു, അൻഷി ഇതാണ് ടാസ്ക്, നീ സമാധാനിക്ക്. ഒരുവിധം അൻഷിത ഒന്ന് തണുക്കുന്നു, ഒരുവിധം. അപ്പോഴേ അൻഷിതയ്ക്ക് പൊട്ടുന്നുണ്ട്, നല്ലപോലെ അൻഷിത ഫയർ ആവുന്നുണ്ട്. എനിക്ക് കിടന്ന് നിലയ്ക്കാൻ വയ്യാത്ത പറഞ്ഞത് ഭയങ്കരമായിട്ട് അലറുന്നുണ്ട്. അതിനുശേഷം ദീപക് അൻഷിത എടുത്ത് പോയിട്ട് നീ ടോട്ടൽ ഫേക്ക്. ഒരുവിധം അൻഷിത ഒന്ന് ഒതുങ്ങുമ്പോഴാണ് വീണ്ടും പോയി അങ്ങനെ പറയുന്നത്.
അപ്പോൾ അടുത്ത് വീണ്ടും തർഷിക അങ്ങോട്ട് വരുന്നു. നമ്മൾ എന്ത് തന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, എന്ത് തന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യണം. അപ്പോഴത്തേക്കും ജാക്കലിൻ അത് കേൾക്കുന്നു. ഇപ്പം മനസ്സിലായി തർഷിക, കാരണം ജെഫ്രിയെ ശിക്ഷിച്ചത് ആരാണ്? തർഷികയാണ് ശിക്ഷിച്ചത്. ജെഫ്രിയെ ശിക്ഷിച്ചത് തർഷികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന തർഷികയുടെ അടുത്ത് വന്നിട്ട് ജാക്കലിൻ പറഞ്ഞു, ഇപ്പം മനസ്സിലായടി തർഷിക ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, 60 ദിവസം വേണ്ടി ഒന്ന് മനസ്സിലാവും. അപ്പോൾ സൗന്ദര്യ, അതേടി നിന്നെ മനസ്സിലായടി. അപ്പോൾ തർഷിക, നിന്റെ ഫ്രണ്ട്സിനെ പറഞ്ഞപ്പോൾ നീ എന്ത് ചാടിപ്പാഞ്ഞോണ്ട് വന്നത് ഫ്രണ്ട്സ്? അപ്പോൾ ജാക്കലിൻ പറയണം, നീ പോയി ചെയ്യടി, നീ ഇവിടെ എന്തോ ഉണ്ടാക്കാൻ വന്നത്, നീ പോയി ചെയ്യടി. അപ്പോൾ തർഷിക, എടി നീ എവിലാണോ, നീ ഏഞ്ചലിന്റെ ടീമിൽ പോയി തേറി, ഞാനിവിടെ ടാസ്ക് ആണ് ചെയ്തു തുടങ്ങിയപ്പോൾ സൗന്ദര്യ, എന്താടി പറയുന്നേ? അപ്പം തർഷിക, സൗന്ദര്യ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും പോലെ ഇവിടെ ചുമ്മാ ഇരിക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങളൊക്കെ പോയി ഏഞ്ചലിൽ ചേരി, ഏഞ്ചലിൽ നല്ലവളെ പോലെ, നല്ലവള്, നിങ്ങളൊക്കെ ഭയങ്കര നല്ലവളല്ലേ? അപ്പം തർഷിക, അപ്പം നമ്മുടെ ജാക്കലിൻ സൗന്ദര്യോട് പറഞ്ഞു, നീ ഭയങ്കര ചീപ്പാണ്, നിന്നെ പോലെ ഇതുപോലെ ചീപ്പ് വിലയാണ്, എന്നെ പോലെ ചീപ്പോ. അപ്പോൾ ജാക്കലിൻ പറയണം, ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്കെന്താ, ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നു, എൻ്റെ ഇഷ്ടം, ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നു. അപ്പോൾ തർഷിക പറയുന്നു, നീ പോയി മൂട് താങ്ങ്, ജെഫ്രിയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ സൗന്ദര്യ, നീ ചെയ്യുന്ന പോലെ പറ്റത്തില്ലടി, നീ ചെയ്യുന്ന പോലെ കാണിക്കാനോട് ഭയങ്കര ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത്, നീ ചെയ്യുന്ന പോലെ കാണിക്കാനോട് പറ്റത്തില്ല. അപ്പോൾ തർഷിക, സൂക്ഷിച്ച് സംസാരിക്കുക. അപ്പോൾ ജാക്കലിൻ പറഞ്ഞു, അവർക്ക് പൈത്യമാടി, നിനക്ക് വട്ടാണോടി, നീ വട്ട് പിടിച്ചവളാണോടി? അപ്പോൾ തർഷിക, ദേടി സൂക്ഷിച്ച് സംസാരിക്കുക. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയൂന, ഇപ്പടിതാണ് ആ പേസുവേ. അപ്പം തർഷിക, ഇപ്പടി പേസുறதுக்கு ഇത് അപ്പാ വീട് കിടയാത് ജാക്കലിൻ, നീ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇത് നിന്റെ അച്ഛൻ്റെ വീടല്ല എന്നാണ് തർഷിക പറയുന്നത്. ഇത്രയേ തർഷിക പറയുന്നുള്ളൂ. ഈ ഡയലോഗ് പിന്നീട് ഒരിടത്ത് വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കറക്റ്റായിട്ട് തന്തയ്ക്ക് വിളിച്ച തന്നെയാണ്. ഇങ്ങനെ പറയാനായിട്ട് നിന്റെ അച്ഛൻ്റെ വീടല്ല. നമ്മൾ ട്രിവാൻഡ്രത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ്, എൻ്റെ ഭാഷയിൽ അങ്ങനെയാണ്, നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും ആ സ്പോട്ടിൽ നമുക്ക് എപ്പിസോഡ് കാണാൻ മനസ്സിലാവും, ജാക്കലിൻ ഇത്രയും നേരം പടപട അലച്ചിടുന്ന ജാക്കലിൻ ഇങ്ങനെ ഫ്രീസ് ആവുന്നു. സൗന്ദര്യ ഓൺ ദ സ്പോട്ട് എന്ത് ചെയ്യുന്നറിയാവോ, എടീ നീ അവിടെ അച്ഛനെ വിളിച്ചു, ഒരൊറ്റ തള്ളു പോയിട്ട് നീ അച്ഛനെ വിളിച്ചു. അപ്പം ഒരു പ്രൊമോ രാവിലെ ആ പ്രൊമോയിൽ തന്നെ തർഷിക ഇങ്ങനെ തെറിക്കുന്നുണ്ട്, തർഷിക ഇങ്ങനെ മാറിയിട്ട്, ഞാൻ അവളെ അച്ഛനെ വിളിച്ചതല്ല, എൻ്റെ അച്ഛൻ, നീ അവിടെ മരിച്ചുപോയ അച്ഛനെ വിളിച്ചോ, എൻ്റെ അച്ഛനില്ല, എനിക്കും അച്ഛനില്ല, എന്നിട്ട് ഞാനും ഇത് പറഞ്ഞില്ലേ, അപ്പം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പം ജാക്കലിൻ ഇത് കണ്ടിട്ട് ഇപ്പോഴാണ് ബോധം വന്നത്, നേരെ പോകുന്നു, വേണ്ട വാ എന്ന് പറഞ്ഞുകൊണ്ട് ജാക്കലിൻ പോയി കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, സൗന്ദര്യം വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി മുത്തു വന്ന് നടുക്കൂടി കയറിയിട്ട് പിടിച്ച് രണ്ടുപേരുടെ മരണം, നീ എന്തിനടി അച്ഛനെ വിളിച്ചത്, എന്തിനടി, നീ എന്തിനടി അവിടെ അച്ഛനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഭയങ്കര സീൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സീനാണ് ഇതിനകത്ത്, ഭയങ്കര പ്രശ്നം. അപ്പോൾ തർഷിക, എനിക്കും അച്ഛനെ ഇല്ലാത്തയാണ്, ഞാൻ അങ്ങനെ വിളിക്കത്തില്ല, നീ ആരടി ഇപ്പം എന്നെ വന്ന് തൊടാൻ, നീ ആരടി എന്നെ തൊടാൻ എന്ന് പറഞ്ഞുകൊണ്ട് തർഷിക കടന്ന് കലിപ്പാവുന്നു. സൗന്ദര്യം വിളിച്ചുകൊണ്ട് ജാക്കലിൻ പോകുന്നു. ഭയങ്കര കരച്ചിലാണ് ജാക്കലിനും സൗന്ദര്യം രണ്ടുപേരും. സൗന്ദര്യം കരയുന്നതാണ് നമുക്ക് ചിരിയൊരു എന്ന് പറഞ്ഞാണ് കരയുന്നത്. അപ്പം രണ്ടുപേരോടെ മാറി ഒരറ്റത്ത് പോയിരുന്നു കരയുന്നു. കുറച്ച് കഴിഞ്ഞ് ദീപക് വരുന്നു, നിങ്ങളിങ്ങനെ ടാസ്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ജയിലിൽ പോകും, പോട്ടെ എന്നാലും പ്രോബ്ലം അല്ല, നമുക്ക് ഇതുപോലെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുന്നു, അടുത്ത് അരുൺ തർഷിയെ വിളിച്ചുകൊണ്ട് അരുണും ബാക്കിയുള്ള ഡെവിൽസ് എല്ലാം കൂടി റൂമിൽ പോവുകയാണ്. ജാക്കലിനും സൗന്ദര്യം ഇല്ല. അപ്പോൾ അത് അവരുടെ ഗെയിമാണ്, ജാക്കലിനും സൗന്ദര്യം കളിക്കാതിരിക്കുന്ന അവരുടെ ഗെയിമാണ്, അല്ലാതെ അവർ നല്ല പിള്ള ചമയുന്നതെന്നുമല്ല. കാരണം ഇവരെ നമ്മളെ കളിക്കാത്ത ആളുകൾ നമ്മൾ ജയിലിൽ പറഞ്ഞു വിടില്ല. അപ്പോൾ ജയിലിൽ പോയി അവിടെ കിടന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ തർഷിയ പറയുന്നത്, ഞാൻ തന്തയ്ക്ക് വിളിച്ചതല്ല, ഞാൻ ഇത് അവളുടെ അച്ഛൻ്റെ വീടല്ലല്ലോ, ബിഗ് ബോസിന്റെ വീടല്ലേ എന്ന് പറയുന്ന ലെവലിലാണ് ഞാൻ വന്നത്, ഇത് ആരുടെയും അച്ഛൻ്റെ വകയല്ലല്ലോ എന്ന് പറയാനാണ് ഞാൻ വന്നത്. പക്ഷെ അത് തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല, ഇത് ബിഗ് ബോസിന്റെ തന്നെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. ഞാൻ ലൈവും കണ്ടാണ്, എപ്പിസോഡും കണ്ടാണ്. തർഷിക അത് ഇന്റൻഷ്യലി ചെയ്ത ഒരു സാധനം തന്നെയാണത്, അത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത് അരുൺ പറഞ്ഞു, അത് നമുക്കറിയാമല്ലോ എന്ന് പറയുന്നു. കുറച്ച് കഴിയുന്നു, ജാക്കലിനും സൗന്ദര്യയോട് സംസാരിക്കുന്നു. ജാക്കലിൻ പറഞ്ഞു, ഇവിടെ കാണുമ്പോഴേ ഇപ്പം ദേഷ്യം വരുന്നു, ജെഫ്രിനോട് ഞാൻ പറഞ്ഞു ചേട്ടാ നിർത്തുന്നു, ജെഫ്രിയുടെ കേസ് ഞാൻ പറഞ്ഞിട്ട് പോലും അവൾ കേട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ദീപക് മീറ്റിങ്ങിലാണ്. ദീപക് പറയാണ്, ഞാനിവിടെ വേർഡ്സ് കൊണ്ട് മാത്രമാണ് എല്ലാവരും ഓരോന്ന് പറയുന്നത്, പിന്നെ ഫിസിക്കലായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ജാക്കലിൻ സൗന്ദര്യം അങ്ങോട്ട് വരുന്നു. അപ്പോൾ സൗന്ദര്യം പറയാണ്, തർഷികയ്ക്ക് അറിയാം ജെഫ്രിക്ക് പ്രോബ്ലം ആണെന്ന്, കാലിന് പ്രശ്നമുണ്ടെന്ന് നല്ല വൃത്തിയായിട്ട് അറിയാം എങ്ങനെ ചെയ്യുമ്പം, എന്നിട്ടും എന്തിനാ അവനെ കൊണ്ട് അങ്ങനെ ചെയ്തു, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദീപക്, ഇത് ടാസ്ക് ആണ്, തർഷിക അങ്ങനെ ചെയ്യിച്ചെങ്കിൽ അത് തർഷികയുടെ ഇഷ്ടം. അപ്പോൾ അരുൺ പറയാണ്, അല്ല എനിക്കൊന്ന് ചോദിക്കണം സൗന്ദര്യ, ഇങ്ങനെ ഇത് അപ്പാ വീട് കടയാതെ എന്ന് ഈ പറയുന്ന തർഷിക പറഞ്ഞപ്പോൾ അത് അച്ഛനെ വിളിച്ചതാണെന്ന് നീ എന്തിനു കണക്ട് ചെയ്ത് അവിടെ ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കി. അപ്പോൾ സൗന്ദര്യം പറയണം, പിന്നെ ഞാൻ ചോദിക്കട്ടായിരുന്ന ഇത് നിന്റെ അമ്മയുടെ വീടല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അമ്മയ്ക്ക് വിളിക്കുന്നതല്ലേ? അല്ല. അപ്പം അരുൺ പറഞ്ഞു, അല്ല എനിക്ക് അങ്ങനെയാണ്, എന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം വീണ്ടും കാണുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു.
അപ്പം ജാക്കിലും അപ്പം നമ്മുടെ തർഷ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജെഫ്രിയാണ് ടോപ്പ് 3 വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ അവനങ്ങനെ ചെയ്ത് കൊടുത്തെങ്കിൽ ഇത് ഞാൻ തർഷികയായിട്ടല്ല ചെയ്തത്, യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള തർഷിക അങ്ങനെ പറയുമോ? തർഷികയല്ല, ഇത് ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്കും അപ്പോൾ ജാക്കിലും പറഞ്ഞു എനിക്ക് ഹേർട്ടായി. അപ്പോൾ തർഷിക എടി ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്, നിനക്ക് ഹേർട്ടായി, അത് എനിക്ക് ഹേർട്ടായി, എങ്കിൽ സോറി, എൻ്റെ അമ്മ സത്യമായിട്ട് ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല, നിന്നെ പോലെ തന്നെ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ ഓർമ്മ എങ്ങനെയുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല, അപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമമുള്ളതാണ്, സോറി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഒരുവിധം ഓക്കെ നീ അങ്ങനെ തർഷികക്കാരെയുമ്പോൾ ഓക്കെ നീ അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്, കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സൗന്ദര്യം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അടുത്ത് തർഷിക പറയണം അൻഷിത ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഗെയിം കളിക്കുകയാണ്, കാരണം അവിടെ ചെറിയതായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്ന അൻഷിത പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അൻഷിത ഗെയിം കളിക്കുവാണെന്ന് ഈ തർഷിക പറയുവാണ്. എന്നിട്ട് ഇതേ തർഷിക തന്നെ പോയിട്ട് അൻഷിതയെ സമാധാനിപ്പിക്കുന്ന, അൻഷി നീ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് കൊണ്ട് റിയാക്ട് ചെയ്യരുത്, നീ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നു, എന്തിനാണ് അൻഷി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തർഷിക അപ്പം തന്നെ ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യുന്നു, അൻഷിതയുടെ ബ്രദർ എഴുതി അയച്ചു കൊടുക്കുന്ന കത്ത്, ഈ കത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ റാണവ് കീറുകയാണ്. അപ്പം നീ എന്ത് ചെയ്യുന്നു, 100 കത്ത് എഴുതി തരും എൻ്റെ ചേട്ടൻ, നമ്മൾ തമ്മിലുള്ള ബ്ലഡാണ് റിലേഷൻഷിപ്പ് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് കഴിയുന്നു, മുട്ട തുടങ്ങുന്നു. ഇനിയാണ് മുട്ടയടി. മഞ്ചരി ഒരു മുട്ട എടുക്കുന്നു, ഒരു മുട്ട പൊട്ടിച്ച് പവിത്രയുടെ വാക്കകത്തോട്ട് വെച്ച് കൊടുക്കുന്നു. എന്ത് ഒരു അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മുട്ടയൊക്കെ ഞാൻ പറയുന്ന ഒരു റിവ്യൂവിൽ പറയുന്നതിനൊരു മര്യാദയുണ്ട്. ഓക്കെ, മുട്ടയൊക്കെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ടയിൽ ആ മുട്ടയുടെ ഒരു മുട്ടത്തോടിൻ്റെ ഒരു ഇതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ചവയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഈ മുട്ട എവിടെ നിന്ന് വന്നതാ എന്നൊരു ചിന്ത നമുക്ക് വരും. തന്നെയല്ലോ വരുമല്ലോ. അപ്പം അതുള്ള ആ മുട്ട എന്ത് ചെയ്യുന്നു, നേരിട്ട് കൊണ്ടുപോയി പൊട്ടിച്ചൊരാളുടെ വായിൽ ഒഴിച്ചിട്ട്, അപ്പം ഈ മുട്ടത്തോടും ഈ മുട്ട എല്ലാം ഉണ്ട്, അപ്പം തുപ്പരുത് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പവിത്രയുടെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. 2 മുട്ടയാവുന്നു, 3 മുട്ടയാവുന്നു, 4 മുട്ടയാവുന്നു. അപ്പം ജെഫ്രി വന്നിട്ട് മുഖത്ത് ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. വിഴുങ്ങാൻ പാടില്ല. ഇപ്പോൾ ഇങ്ങനെ മുട്ട നമുക്കറിയാമല്ലോ, ചിലർക്ക് മുട്ട ഇഷ്ടമായിരിക്കും, പക്ഷേ മുട്ടയുടെയൊക്കെ ആ ഒരു വഴുവഴുപ്പ് സാധനം നമ്മുടെ വാക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർക്കാനും വരും, ഛർദ്ദിക്കാൻ വരും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുവാണ് ഈ മഞ്ചരി. അപ്പം ജെഫ്രി തടയാൻ പോകുമ്പോഴത്തേക്കും, തടയാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനിയും മുട്ട ഒഴിക്കുമെന്ന് പറഞ്ഞാണ് 2, 3, 4 മുട്ട വരെ ഒഴിച്ച് അവസാനം ഇങ്ങനെ വായുന്നൊക്കെ ഇങ്ങനെ വീഴുന്ന ലെവലിൽ മുട്ട ആവുകയാണ്. മഞ്ഞക്കരുവെല്ലാം പൊട്ടി ഒരുമാതിരി. അവസാനം എന്ത് ചെയ്യുന്നു, അൻഷിത ഒന്നും മിണ്ടുന്നില്ല. അൻഷിത ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അൻഷിത ഒരുവിധം ഒന്ന് തണുക്കുന്നു. അടുത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, മഞ്ചരി അൻഷിതയുടെ അൻഷിത അടുത്ത് വരുന്നു. അൻഷിത ഒരു സ്റ്റാർ കൂടെ കൊടുക്കുന്നു. ആ സ്റ്റാറും കൊണ്ട് ആര് പോകുന്നു, ഈ പറയുന്ന മഞ്ചരി പോകുന്നു. അടുത്ത് പവിത്രയുടെ വായിൽ മുട്ടയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണും കൂടെ വെച്ച് പവിത്ര കയറി നിർത്തുന്നു. മഞ്ചരി, എനിക്ക് തോന്നുന്നു മഞ്ചരി നല്ല രീതിക്ക് കളിച്ചു, പക്ഷേ മഞ്ചരിക്ക് ഭയങ്കര നെഗറ്റീവ് പോർട്രേറ്റിംഗ് ആണ്. അത് മഞ്ചരി ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ, മഞ്ചരി ചൊറി. അടുത്ത് ജെഫ്രി ആക്ട് ചെയ്യുന്ന ജെഫ്രി ഇതേ സമയം എന്ത് ചെയ്യുന്നു, ജെഫ്രി എടുത്ത് ഓരോരോ പണികളൊക്കെ പറയുകയാണ്. അപ്പോൾ ജാക്ലിൻ ജെഫ്രി എടുത്ത് പറയണേടാ നീ ചെയ്യല്ലേടാ, നീ ജെഫ്രി ഓരോന്ന് ഇങ്ങനെ മാറ്റാനൊക്കെ വേണ്ട, നീ ചെയ്യല്ലേ, നീ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഈ പറയുന്ന മഞ്ചരി അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെ പറയുന്നു. പവിത്രയ്ക്ക് അടുത്ത മുട്ട അവളുടെ കയ്യിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പറയുന്നതാണ്. പവിത്ര ഇങ്ങനെ മൊത്തം തേക്കുന്നു. രഞ്ജിത്തിനെ കൊണ്ട് തറയിൽ വീഴുന്ന മുട്ടയെല്ലാം ക്ലീൻ ചെയ്യിപ്പിക്കുന്നു. അടുത്ത് എന്ത് ചെയ്യുന്നു, അടുത്ത ആളുടെ വായിൽ സത്യയുടെ വായിൽ മുട്ടയുടെ തോട്, ഈ മുട്ട എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയാം. ഈ മഞ്ചരിയുടെ വായിൽ തിരിച്ചതുപോലെ വെച്ചു. ഈ മുട്ടയുടെ തോട് ഇതിന് എത്ര കഴുകിയ മുട്ട ആയിക്കോട്ടെ നമുക്കറിയാലോ. അപ്പൊ ഈ മുട്ടയുടെ തോടെടുത്ത് സത്യയുടെ വായ്ക്കകത്ത് വെച്ചിട്ട് അത് ഒന്നും ചെയ്യരുത്, കടിക്കുകയും ചെയ്യരുത്, തുപ്പയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോവാണ് മഞ്ചരി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഗെയിമിന് പുറത്തായിട്ട് നമ്മൾ ഭയങ്കര ഇമോഷനിൽ പോകും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ. പിന്നീട് അടുത്ത് ആനന്ദി എന്ത് ചെയ്യുന്നു, ആനന്ദിയും അൻഷിതയും കൂടെ പിടിച്ചെടുത്തിട്ട് ദീപക് പറയാണ്, ആനന്ദി കണ്ടിന്യൂസ് ആയിട്ട് അൻഷിത അടുത്ത് സോറി പറയാം. അപ്പോൾ ആനന്ദി റിയലി സോറി ഇത് തന്നെ അരമണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻഷിത എന്താണ് ദീപക് കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടത്, ഹേർട്ടാണോ, അതാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വലിച്ചൂരി അറിയണം. അപ്പോൾ അൻഷിതയുടെ 3 എണ്ണം ഏതാണ്ട് തീരുന്നു, 3 ഹെർട്ടും തീരുന്നു. ആദ്യം ഒരെണ്ണം തർഷിക പറിച്ചുകൊണ്ട് പോകുന്നു, കുറച്ച് നേരം ആകുമ്പോൾ ഒരെണ്ണം മഞ്ചരിക്ക് എറിഞ്ഞു കൊടുത്തു, 3ാമത്തെ ഹേർട്ട് ഇപ്പം ദീപക്കിന്. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹേർട്ടും എറിഞ്ഞു കൊടുത്തോണ്ട് അൻഷിത ഭയങ്കര കരഞ്ഞുകൊണ്ട് പോവാണ്. ആനന്ദിയെ കൊണ്ട് അരമണിക്കൂറായിട്ട് ഇങ്ങനെ പറയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ പോകുന്നു, ജെഫ്രിയെ കെട്ടിപ്പിടിച്ചിട്ട് അൻഷിത അൻഷിത അങ്ങോട്ട് അലറക്കം തുടങ്ങുന്നത്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്. ജെഫ്രി സത്യ ആനന്ദിയൊക്കെ വന്ന് തടയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിസംബർ മന്ത് ഭയങ്കര അലർജിയാണ്. അപ്പം അൻഷിത പറഞ്ഞു പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണം, ഭയങ്കര അലറക്കണം, എനിക്ക് അലറാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അലറാത്ത. ഭയങ്കരമായ അൻഷിത കിടന്ന് അലറി വിളിക്കുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ദീപക്കിനെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയണം, ഇനി ഇവരുടെ ഫീലിങ്സ് മാറുമ്പോൾ തന്നെ പറിച്ചെടുത്തോ, നിങ്ങൾ ഇനി ഇവരെ പ്രൊവോക്ക് ചെയ്യിക്കാനും നിൽക്കട്ടെ, പ്രൊവോക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ മാറുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പറിച്ചെടുത്തോളാൻ പറയുന്നു. അടുത്ത പ്രശ്നം വരുന്നത്, സാജന എന്ത് ചെയ്യുന്നു, അൻഷിതയുടെ വായിൽ കൊണ്ടുവന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു, 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. തർഷിക പറയാണ്, എടി നീ മഞ്ചരി ദേഷ്യം കാണിക്കുന്നു എന്ന് പറയുന്നതിനോട്
തർഷിക പവിത്ര പുറത്തിരിക്കുകയാണ്. പവിത്രയെ പിടിച്ച് അവിടെ അടുത്തിരുത്തിയിരിക്കുകയാണ്. രഞ്ജിത്തിനെ പിടിച്ചത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പവിത്ര, നീ മഞ്ജരി അടുത്ത് പോയി ദേഷ്യം കാണിക്കേ. നീ മഞ്ജരി നിന്നെ എന്തെല്ലാം ചെയ്തു, നിന്റെ മുഖത്ത് അങ്ങനെ തേച്ചു, നിന്നെ അവിടെ വലിച്ചുകൊണ്ട് പോയി, ഇവിടെ വലിച്ചുകൊണ്ട് പോയി, നീ ഇപ്പോൾ അവിടുത്തെ ദേഷ്യം കാണിക്കുക. അല്ലെങ്കിൽ രഞ്ജിത്ത് ഇങ്ങനെയാണ്. നീ പവിത്ര പറഞ്ഞു, ഞാൻ എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത്? അപ്പോൾ തർഷിക പറഞ്ഞത്, നീ എന്തിനും ഇങ്ങനെ റിയലി ഏഞ്ചലായിട്ട് നിൽക്കുന്നത്? ലൈഫിൽ നീ എന്തിനാണ് ഇങ്ങനെ ഏഞ്ചലായിട്ട്? അങ്ങനെ ആവേണ്ട ആവശ്യമല്ല പവിത്ര. നീ ജീവിതത്തിൽ തോറ്റു പോകും. അങ്ങനെയാണെങ്കിൽ നീ പോയി എന്ത് ചെയ്യും? മഞ്ജരി അടുത്ത് പോയി ദേഷ്യപ്പെടാം. മഞ്ജരി നിന്റെ അടുത്ത് കാണിച്ചതിന് പോയി ദേഷ്യപ്പെടേ എന്നിങ്ങനെ പറയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു? അടുത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ആനന്ദിയെ ഈ അൻഷിതയ്ക്ക് ഇന്ന് പേഴ്സണലി പൊള്ളുന്ന, അൻഷിതയെ ഉപദ്രവിക്കുന്നതല്ല, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുന്നു? ഓരോരുത്തരെ ഉപദ്രവിച്ചിട്ട് അൻഷിത നീ അത് ചെയ്യും, അൻഷിത ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന ആളെ ഇത് ചെയ്യും, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന ആളെ. അപ്പൊ അൻഷിതയ്ക്ക് ആ സംഭവമാണ് അൻഷിതയ്ക്ക് പൊട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആനന്ദിയെ വിളിച്ച് നിർത്തിയിട്ട് അൻഷിതയെ ഇവിടെ കയറ്റി നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആനന്ദിയുടെ വായിൽ മുട്ട കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് സാജന മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും മുട്ട ഇങ്ങനെ താഴേക്ക് വീഴുന്നു. അപ്പോൾ താഴെ വീഴുമ്പം ഈ വൃത്തികെട്ട വിഷം സാജന, ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം നിങ്ങളത് കേട്ടോ, ഈ വിഷം പിടിച്ച സാജന താഴെ വീണ, തറയിൽ വീണ, എല്ലാവരും ചവിട്ടി മതി. അപ്പം ഞാൻ ഇത്രയും നേരം ഞാൻ ഒരു ഫീലിങ്സും എടുത്തല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ വൃത്തികെട്ട വിഷം സാധന ചെയ്ത വേല, താഴെ കിടന്ന മുട്ട, താഴെ വീണ മുട്ടയുടെ തറയിലെ വഴി, ഈ മുട്ട ഇങ്ങനെ കൈ കൊണ്ട് തേച്ചെടുത്തിട്ട് ആനന്ദിയുടെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്ത് വിഷം പിടിച്ച ഏർപ്പാടാണ് ഈ ഞാൻ ചോദിക്കട്ടെ, ഈ സാജന എങ്ങനെയാണോ സാജനയാണ് ആരെങ്കിലും ഇങ്ങനെ ചെയ്തെങ്കിൽ ഈ പെണ്ണ് അവിടെ അലറി വിളിച്ചില്ല, കൊക്കരൊക്കെ ഇട്ടുകൊണ്ട് നടന്നതല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ടാസ്ക് ഒക്കെ ഈ താഴെ കിടക്കുന്നതൊക്കെ എന്ത് വേലയാണിത്? അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു ദേഷ്യം വന്നു പോയി. ആ ഒരു ഇൻസിഡന്റ് മാത്രം, വേറെ ഒരു ഇൻസിഡന്റും തോന്നിയില്ല. ഈ ഒരു ഇൻസിഡന്റ് മാത്രം. മുട്ട ഒഴിക്കുന്നു, മുട്ടത്തോട് വെക്കുന്നു, ഓക്കെ. ഇത് തറയിൽ കിടക്കുന്ന മുട്ട താഴെ വീണ് പൊടിയെല്ലാം പറ്റി, മണ്ണും പറ്റി, ചെളിയും പറ്റി കിടക്കുന്ന സാധനം എടുത്ത് തേച്ച് കൊടുക്കാൻ ഒരു സ്റ്റാൻഡേർഡോ വിവരമോ മെച്യൂരിറ്റിയോ ഒന്നും ഇല്ലാത്ത ഒരാള്. കൊള്ളാം എന്തായാലും. അപ്പൊ ആനന്ദിന്റെ വായിൽ ഇങ്ങനെ അടുത്ത് വീണ്ടും ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അൻഷിതയ്ക്ക് ഭയങ്കര പെട്ടെന്ന് അൻഷിത എന്ത് ചെയ്യുന്നു? കൈ തട്ടി ആ മുട്ട എടുത്ത് വലിച്ച് ദൂരെ എറിഞ്ഞു. അറിവില്ലേടി നിനക്ക് അറിവില്ലേടി, നീ താഴെ വീണെടുത്ത് കൊടുക്കാൻ വേണ്ടി നീ നീ എന്തോടി നീ കാണിക്കുന്നത്? നീ അവക്ക് കൊടുക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദി പറഞ്ഞു, മിണ്ടാതിരി അൻഷി, വേണ്ട അൻഷി. അപ്പം ആനന്ദിന്റെ വാ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു, നീ ചെയ്യടി, നീ ആദ്യം തിന്നടി, നീ യഥാർത്ഥത്തിൽ ഡെവില് തന്നെയാണ്, ഡെവില്, തിന്ന്. അപ്പൊ പവിത്ര വരുന്നു, മാറ് പവിത്ര, എനിക്കൊന്നും കേൾക്കണ്ട. അപ്പൊ മഞ്ജരി എന്ത് ചെയ്യുന്നു? പവിത്ര നീ ഇങ്ങോട്ട് മാറെന്ന് പറഞ്ഞാൽ പവിത്രയെ പിടിച്ച് മാറ്റുന്നു. എന്നെ പിടിച്ച് മാറ്റുന്നത് വേണ്ടത് ആ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ പവിത്രയുടെ കയ്യിലുള്ള അവസാനത്തെ സ്റ്റാർ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മഞ്ജരിക്ക് കൊടുക്കുന്നു. അടുത്ത് ഇവള് വായിൽ തേച്ച് വിട്ടുകൂടി, ഇവള് വായിൽ തേച്ച് വെച്ചു. അപ്പം സാജന പറയണ, ഇല്ല എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ അങ്ങനെ തേക്കുവോ, എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അറിയാലോ, ഞാൻ അങ്ങനെ തേക്കോ. പറഞ്ഞു, എടി നീ തേക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ. ഇവള് തേച്ചു പവിത്ര, ഇവള് തേച്ചു, നീ എനിക്കൊന്ന് കാണണമല്ലോ, എനിക്ക് കാണണം. അപ്പൊ ജാക്കലും പറഞ്ഞു, വാ സാജന, നമുക്ക് പോവാം, വാ സാജന. അപ്പോഴത്തേക്കും സാജന എന്തിനു തടയുന്നു? എന്തിനാണ് അവള് തടയുന്നത്? ഞാനിവിടെ ഒരു കാര്യം ചെയ്തോരിക്കൽ, നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നു? അപ്പൊ സാജന എനിക്ക് ഭയങ്കര ക്രൂവലായിട്ട് എനിക്ക് ചെയ്ത പോലെ തോന്നി. അപ്പോൾ ശരിക്കും ഇന്ന് അൻഷിത ഒരു ഡയലോഗ് പറയുന്നുണ്ട് സാജന. യഥാർത്ഥത്തിൽ എനിക്കത് കണ്ടപ്പോൾ ഇന്ന് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അടുത്ത് നീ റിയൽ ആയിട്ടുള്ള ഡെവിൽ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൻഷിത ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് എന്നെ വിട്. അപ്പൊ അൻഷിത ഇത് ടാസ്ക് ആയിരുന്നാലും എന്ത് തേങ്ങ ആയിരുന്നാലും ശരി തന്നെ, എനിക്ക് പറ്റില്ല, ഞാനും ഇന്ന് ഡെവിലാവാം, നക്കി തിന്നെ, താഴെ കിടക്കുന്ന നക്കി തിന്നെ. അപ്പൊ ദീപക് ഇത് ടാസ്ക് ആണ്. അൻഷിത പറയുന്നത്, എന്നെ തുറന്നു വിട്. പവിത്ര, എടി നിക്ക്, എനിക്ക് പറ്റൂല, ഞാൻ പോകുന്നു, ഈ വാതിൽ ഓപ്പൺ ചെയ്ത് എന്നെ വിട് ബിഗ് ബോസ് വിട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വീടിന്റെ ഫ്രണ്ടിൽ വരുന്നു. മെയിൻ ഡോറിന്റെ അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസിനോട് സംസാരിക്കണം, എനിക്ക് ബിഗ് ബോസിനോട് സംസാരിക്കണം. സാജന ഒരു കുട്ടിപ്പിശാചാണ്, റിയൽ ആയിട്ട് ഗെയിലാണ് എന്നല്ല ഈ അൻഷിത പറയുവാണ്. അൻഷിതയുടെ ഗെയിമോ ഇമോഷനോ എന്തോ ആവട്ടെ, ഞാൻ അതിലോട്ടൊന്നുമേ പോകുന്നില്ല. അപ്പോൾ അടുത്ത് ജെഫ്രിയെ ഇതേ സമയം എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുത്തു. അപ്പോൾ ജെഫ്രി തുണി വരെ അവിടെ വലിച്ചൂരി ഇട്ടിട്ട് ജെഫ്രി നേരെ സ്റ്റാർ വേണോ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തുകൊണ്ട് നേരെ റൂമിൽ പോയി നേരെ ജാക്കിനടുത്ത് കരയുകയാണ്. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എനിക്ക് നിൽക്കാൻ വയ്യ, സഹിക്കാൻ വയ്യ എന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും മുത്തു പറയാണ്, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ നിർത്തിയത്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നെല്ലാം പറയുന്നു. അൻഷിത എന്ത് ചെയ്യുന്നു? ഇതേ സമയം എനിക്ക് ഈ ഷോ വേണ്ട. സത്യയുടെ ബാഡ്ജ് ഇതേ സമയം റാണ ഒരെണ്ണം അടിച്ചെടുക്കുന്നു. പവിത്രയുടേത് സാജന ഒരെണ്ണം എടുക്കുന്നു. ജെഫ്രി ഇതേ സമയം മുത്ത് പിടിക്കാറുമ്പോൾ ജെഫ്രി ഡ്രസ്സെല്ലാം ഊരി കളഞ്ഞിട്ട് പോയി ഭയങ്കരമായി കരച്ചിലും, എനിക്ക് കാലുവേദനയാണ്, എനിക്ക് മതിയായി, എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് നടക്കാനേ വയ്യ, എൻ്റെ അമ്മയോട് മാത്രമാണ് ഞാൻ ഇതുപോലെ കരഞ്ഞിട്ടുള്ളത്, ഞാൻ ആദ്യമായിട്ട് കരയാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ഇത് കാണുമ്പോൾ ജാക്കിലിനും ഭയങ്കര വിഷമം വരുന്നു. മഞ്ജരിയും ആനന്ദിയും
കുറച്ച് കഴിയുന്ന ഒരുവിധം തണുത്ത് കഴിയുമ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമാവുന്നു. ആനന്ദി പുറത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. മഞ്ജരി നേരെ വന്നിട്ട് ആനന്ദി അകത്ത് കയറി കഴിക്കാൻ അപ്പൊ അൻഷിത അത് അവളുടെ പ്ലേറ്റ് പിടിച്ച് വാങ്ങിക്കും. നിനക്ക് നാണമില്ലേ അവളുടെ പ്ലേറ്റ് പിടിച്ച് വാങ്ങിക്കാൻ, ഒരാൾ കഴിക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജരിയും നിന്റെ പെർഫോമൻസ് കൊള്ളാം, നിന്റെ ആക്ടിംഗ് ഒക്കെ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജരി ഈ പറയുന്ന അൻഷിതയുടെ മേലെ കിടന്നു. അൻഷിതയും മഞ്ജരിയുടെ ആയിട്ട് യമണ്ടൻ പൊക്കറ്റ വഴക്ക് ഗാർഡൻ ഏരിയ കിടന്നു. അത് കഴിഞ്ഞിട്ട് സത്യയും സാജനയും കൂടെ സംസാരിക്കുകയാണ്. സത്യ നേരെ ഡെവിൽസ് എല്ലാം റൂമിൽ ഇരിക്കണം, അവിടെ പോകുന്നു, എല്ലാവരും ഉണ്ട്. സാജന അടുത്ത് പറയാണ് അപ്പാർട്ട് ഫ്രം ടാസ്കിൽ നിന്ന് മാറി എൻ്റെ ഡ്രസ്. സാജന ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, ഒരു പാൻറ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇപ്പം കീറട്ട ഇത് പാൻറ് കീറട്ട, നിങ്ങളുടെ ഷൂ പൊത്തിലട്ട എന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ ഡ്രസ്സ് നീ വന്ന് കീറി, എൻ്റെ ഡ്രസ്സ് നീ കീറിയതും എൻ്റെ ഷൂ നീ പൊട്ടിക്കുമ്പോൾ കുത്തുവിടും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇതൊക്കെ പണം കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂവും ഡ്രസ്സും ഒക്കെയാണ് എൻ്റെ വൈഫ് അയച്ചു തരുന്നത്. എൻ്റെ പേഴ്സണൽ തിങ്സ് എടുത്ത് ഒരു മനുഷ്യരെ ഒന്നും ചേർത്ത് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സത്യം പോകുന്നു. അതെനിക്ക് സത്യം വാ തുറന്നപ്പോൾ എനിക്ക് അയ്യോ എന്തോ ഒരു സമാധാനം. അപ്പോൾ ജാക്കലിൻ അപ്പം സത്യം പോയതിനു ശേഷം ദീപക് പറയുന്നത് ശരിയല്ല. അപ്പോൾ ജാക്കലിൻ പറയാണ് റാണവിൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റും, നിങ്ങൾ രണ്ടുപേരോടെ അല്ല അത് കീറി കൊടുക്കാനൊക്കെ പോകണമെന്ന് പറഞ്ഞത് റാണവേ സാജനെ, നിങ്ങൾക്കത് വാങ്ങി കൊടുക്കാൻ പറ്റുമോ ആ സാധനം? അപ്പോൾ റാണ പറഞ്ഞു സൗന്ദര്യ നീ മിണ്ടാതിരി, നീ ഇവിടെ വല്ലതും ചെയ്തോ വല്ല. അപ്പോൾ സൗന്ദര്യ ഇതാണടാ ഞാൻ ഇങ്ങനെ പറ്റത്തുള്ളൂ, നിന്നെ പോലെ അവൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അടുത്ത് ജാക്കലിനും സാജനയും കൂടെ ജാക്കലിൻ പറയുന്നത് നീ അത് ചെയ്യരുത് സാജന, ചെയ്യരുത്. സാജനയുടെ ചീവീട് വിളി തുടങ്ങുന്നു. സാജന പറഞ്ഞു നീ ഇവിടെ വല്ലതും ചെയ്താ ജാക്കലിൻ, നീ വല്ലതും ചെയ്താ? സാജനോട്ട് അലർ വിളിച്ച് എനിക്കറിയാം, ഞാൻ ബോട്ടിൽ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ, എനിക്കല്ലാതെ എടുത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ എറിഞ്ഞാൽ ബോട്ടിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോട്ടിലെടുത്ത് ദൂരെ എറിയുന്നു. ബോട്ടിൽ താഴെ വീഴുന്ന സൗന്ദര്യം എന്താണ് ഇത്, നീ എന്തിനാടി എറിഞ്ഞത്, ഇവിടുത്തെ ബിഗ് ബോസ് പ്രോപ്പർട്ടി എന്തിനാടി എറിഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് സൗന്ദര്യം സാജനയോട് അടുത്ത അടിയാണ്. ദീപക് പറയുന്നു പേഴ്സണൽ സാധനങ്ങൾ ആരുടെയും എടുത്ത് ഒന്നും ചെയ്യരുത്. ഒരു കാര്യം അപ്പോൾ സാജന പറയാണ് ഞാൻ ടാസ്കിൽ ഇനി ഇല്ല, എനിക്കിനി വയ്യ, അത് നിന്റെ ഇഷ്ടം എന്ന് ദീപക് പറയുന്നു. നേരെ സാജന പോയി പവിത്ര സോറി ഞാൻ ടാസ്കിലാണ് ഇങ്ങനെ ബോട്ടിൽ എടുത്തെറിഞ്ഞ സോറി. അടുത്ത സത്യ അണ്ണ ഞാൻ നിങ്ങളുടെ സാധനം ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല സത്യ അണ്ണ, പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്തതില്ല. അൻഷിത ഇവള് കള്ളമാണ് പറയുന്നത്, കള്ളം. കാരണം ഇവർ റൂമിൽ വന്ന് സത്യയുടെ ഡ്രസ്സ് എടുക്കാൻ സമയത്ത് ഇത് കീറാമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇവള് കള്ളമല്ലേ പറയുന്നത് എന്ന് പറയാണ്. എന്നിട്ട് പിന്നീട് ഏത് ഡെവിലിനെയാണ് ഇന്ന് ജയിലിലേക്ക് അയക്കുന്നത്, ജയിലിലയക്കണമല്ലോ ഒരു ഡെവിലിനെ, അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുവാണ് നമ്മുടെ ഡെവിൽസിൻ്റെ ഇടയിൽ. അപ്പോൾ മുത്ത് പറയാണ് സൗന്ദര്യയും ജാക്കലിൻ്റെ പേരാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, കാരണം അവരൊന്നും ചെയ്തിട്ടില്ല. മഞ്ജരി പറയാണ് ജാക്കലിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്, ജാക്കലിനൊന്നും ചെയ്തില്ല. അപ്പോൾ ആരോൺ പറയാണ് മഞ്ജരിയുടെ പേരാണ് ഞാൻ പറയുന്നത്, കാരണം സൈക്കോളജിക്കലായിട്ട് വേണം ഓരോ ടാസ്കിനെ അപ്രോച്ച് ചെയ്യാൻ, അല്ലാതെ ഈ മഞ്ജരി ചെയ്ത പോലെ മുട്ട പൊട്ടിച്ച് അവരുടെ വാക്കാത്തൊഴിക്കുക, മുഖത്ത് തയ്ക്കുക, തലയിൽ തയ്ക്കുക, ഇതൊക്കെ വളരെ വൃത്തികെട്ട പരിപാടിയാണ്. അപ്പോൾ ടാസ്കിനെ ടാസ്കായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുത്ത് പറയണം അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഈ മുത്തു എന്തിനാണ് ഈ മഞ്ജരിക്ക് മൂട് താങ്ങുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. മഞ്ജരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുവിനെക്കാലം എന്ത് ഭേദമെന്നറിയാമോ, നെഗറ്റീവ് ആണെങ്കിലും മുത്തുവിനെക്കാലം നന്നായിട്ട് മഞ്ജരി കളിക്കുന്നുണ്ട്. മുത്തുവാണ് ഇപ്പൊ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ട് മുത്തു ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ താങ്ങുന്നുണ്ട്. മുത്തു അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ആയിരുന്നു, ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ടാസ്ക്കാണ്, ടാസ്കിന്റെ ബേസിസിലായിട്ട് ചെയ്യണം. പിന്നെ വായിൽ വന്ന് തടവെന്നൊക്കെ എന്ത് വൃത്തികെട്ട പരിപാടിയാണോ മുത്തു. ഇവിടെ ടീമായിട്ടുള്ള ഒരു റൂൾ ഉണ്ടല്ലോ, റൂളുണ്ട്, റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ ആരും നിനക്ക് ഇവിടെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല, നീ ഇവിടെ ഇപ്പം സൗന്ദര്യയുടെ ജാക്കിലിന്റെ പേര് പറഞ്ഞ് എല്ലാവരും പേര് പറയാൻ വേണ്ടിയിട്ട് നിനക്ക് ഇവിടെ തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല. ആരാണ് ഇവിടെ വളരെ വൃത്തികെട്ട ലെവലിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരെയാണ് പിടിച്ച് നമ്മൾ ജയിലിടേണ്ടത്. അത് നമ്മുടെ ഡെവിൽസ് പാഠമായിരിക്കണം. അതെന്തായാലും ആരും പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കും മുത്തു ചിരിക്കുന്നു. നീ എന്താണ് ചിരിക്കുന്നത്, നീ ഇവിടെ എന്തിനിപ്പോൾ ചിരിക്കുന്നത്, ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത ആളെ വേണം പിടിച്ച് ജയിലിടാൻ. നീ തെറ്റ് ചെയ്യാത്തപ്പം ഈ ജാക്ലിനെ സൗന്ദര്യനെ പേരഞ്ഞപ്പോൾ അവരെ പിടിച്ച് ജയിലിടേണ്ട ആവശ്യമില്ല. മഞ്ജരി യു ആർ സ്പോയിലിംഗ് ദ ഗെയിം ജാക്ലിൻ. അപ്പൊ ജാക്ലിൻ സൂക്ഷിച്ച് പറ കേട്ടോ, എല്ലാം ടാസ്ക്കാണ്. അപ്പൊ സൗന്ദര്യ മഞ്ജരി വാട്ട് എ ഗെയിം മഞ്ജരി. അപ്പോഴത്തേക്കും അരുൺ എടി നിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നില്ലേ, അരുൺ പോയിട്ട് സാജന നിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നോ? അതാണ് എൻ കയ്യിൽ ഇരുന്നത് കത്തി, ആണാ ഞാൻ വന്ന് സ്വർഗത്തുക്കാക അല്ല അണ്ണ, എന്നാ കുത്താൻ വേണ്ടിയിട്ടല്ല അണ്ണ, കുത്താൻ വേണ്ടി ഇവിടെ ആരും കത്തി എടുക്കൂല. നീ എന്തിനിവിടെ കത്തി എടുത്ത് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോയി, കത്തി എടുത്ത് ഷൂ കീറാനും ഡ്രസ്സ് കീറാനും നമ്മൾ കൊണ്ടുപോയി. ഇത് ഇവിടെ ആരുടെ റാണിയാ സാറ്റമാദേവിയാ? അടുത്ത് എല്ലാവരോടും പറയുന്നു സൗന്ദര്യമാണ്, എല്ലാവരും പൊക്കി അവസാനം സൗന്ദര്യമാണ് ജയിലിലാവാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആരും ഇത് പറ്റത്തില്ല, സൗന്ദര്യയെ ജയിലിലാക്കാൻ പറ്റത്തില്ല, കാരണം സൗന്ദര്യക്കാൾ വളരെ വൃത്തികെട്ട ലെവലിൽ ചെയ്തത് ഈ മഞ്ജരിയാണ് അങ്ങനെ ജയിലിടാനുള്ളത്. അപ്പോൾ ജാക്കലും പറയാണ് സൗന്ദര്യം ചെയ്തതിൻ്റെ അത്ര പോലെ ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്നെയാണ് ജയിലിൽ വിടാനുള്ളത്. അപ്പോൾ മുത്തു ഓക്കെ ഒരേ ചോയ്സ് മാത്രം പറയും. അപ്പോൾ ഈ വീടിൻ്റെ കേസ് ഇപ്പം എന്താണ് പറഞ്ഞപ്പോൾ ജാക്ക് പറയുന്നത് ജയിലിൽ വിടത്തില്ല, സൗന്ദര്യം ജയിലിൽ വിടത്തില്ല, സൗന്ദര്യം സ്വന്തമായിട്ട് പോയി ജയിലിൽ
പുള്ളിക്കാരെ വാതിലടയ്ക്കുന്നു. കൂടെ തടയാൻ ദീപക് വരുന്നു, അത് കേൾക്കുന്നില്ല. ജാക്കലിൻ കൂടെ കയറുന്നു. സൗന്ദര്യം പറഞ്ഞു എനിക്ക് മെജോറിറ്റി വോട്ട് വന്നിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയത്. അപ്പോൾ ജാക്കലിൻ പറയണം ഞാനാണ് ഇവിടുത്തെ ഇനാക്റ്റീവ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നു. കുറച്ച് കഴിയുന്നു. റാണവ് എന്ത് ചെയ്യുന്നു, സത്യം എടുത്ത് അണ്ണാ ഞാൻ നിങ്ങൾ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ഉറക്കമാണ് തൂങ്ങണമെന്നൊക്കെ പറഞ്ഞ ആണെന്നൊക്കെ പറഞ്ഞ് എന്താണ് ടാസ്കിന്റെ ബേസിസിലാണെന്ന് പറയുന്നു എന്ന് പറയാണ്. ഇത്രയാണ് മെയിൻ എപ്പിസോഡിലുള്ളത്. ഇനി ഇതിന്റെ ബാക്കി തന്നെയാണ് പ്ലസ്സിലുള്ളത്. പ്ലസ്സും കൂടെ ഞാൻ കണ്ടു. പ്ലസ്സിനകത്ത് സൗന്ദര്യം ചെറുതായിട്ട് അൻഷിതയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ആ ചമ്മന്തി കേസ് പറഞ്ഞിട്ട് 2 സെന്റൻസ് മാത്രം, ചമ്മന്തി അല്ലാതെ വേറെ എന്ത് പ്രശ്നമാണ് ഇനി ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ടോപ്പിക്ക്. അതിനുശേഷം തർഷിക അൻഷിതയുടെ അടുത്ത് ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നത്. അൻഷിത ഗെയിം കളിക്കുകയാണ് എന്ന് പറയുന്ന അതേ തർഷിക അൻഷി എന്തിനാണ് അവരുടെ കാര്യത്തിൽ പറയാൻ പോകുന്നത്, നീ ഒന്നുമേ പറയേണ്ട അൻഷി, നീ നിന്നെ കൺട്രോൾ ചെയ്യാൻ അൻഷി, ഇല്ല ഞാൻ ചെയ്യൂല, എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൻഷിയുടെ ആ ഒരു ടോപ്പിക്ക്. പിന്നെ സത്യയുടെ ഷൂ കീറാൻ വേണ്ടിയിട്ട് വരുന്നതും ആ പാൻസ് എടുത്ത് മാറ്റുന്നതായിട്ടുള്ള ഒരു സീക്വൻസ്. അതിനുശേഷം ജെഫ്രി കരയുന്ന സെയിം സീക്വൻസ്, ജാക്കലിൻ്റെ അടുത്തും ഇവളടുത്തും കരഞ്ഞു പറയുന്ന ഒരു സീക്വൻസ് ആണ്. ഇത്രയാണ് പ്ലസ്സിനകത്ത് ഉള്ളത്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എന്താണ് ഇത് പരിപാടി എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കുറേ നേരം. അപ്പോൾ ഇത്രയാണെന്ന് പറയാനാണ് എനിക്കറിയാം. റിവ്യൂ നല്ല ലാഗായി എന്നുള്ള കാര്യം, പക്ഷെ ഇതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.